ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ കഴിഞ്ഞ ദിവസം റാൻഡം പ്രോസസ്സ് എന്നുള്ള ലാസ്റ്റ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എന്താണ് റാൻഡം പ്രോസസ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്കതിൻ്റെ ബാക്കിയായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് റാൻഡം പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്. റാൻഡം പ്രോസസ്സ് യൂഷ്വലി എക്സ് ഓഫ് ടി എന്നുള്ള രീതിയിലാണ് നമുക്ക് തരിക. ഒരു എക്സ് ഓഫ് ടി തന്നിട്ടുണ്ടാവും. അതുപയോഗിച്ച് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അതിൽ ആവറേജ് വാല്യൂസ് ഓഫ് എ റാൻഡം പ്രോസസ്സ് എന്നുള്ള രീതിയിൽ ഈ വരുന്ന സെക്ഷനിൽ ഫസ്റ്റ് നമുക്ക് ഒരു റാൻഡം പ്രോസസ്സ് തന്നു കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യാൻ യൂഷ്വലി ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് മീൻ ഓഫ് ദാറ്റ് റാൻഡം പ്രോസസ്സ്. മീൻ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കും. ഫോർമുല വരുന്നത് മ്യൂ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ഓട്ടോ കോറിലേഷൻ, നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ നമ്മൾ മുമ്പ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ ഡിസ്ക്രീറ്റിലാണെങ്കിൽ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്നുള്ള രീതിയിലോ, കണ്ടിന്യൂസിലാണെങ്കിൽ ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അവിടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി എം എഫ്, എഫ് ഓഫ് എക്സ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആകുമ്പോൾ പി ഡി എഫ്. ഓക്കെ. അപ്പോൾ മീൻ of a random process we can evaluate using expectation. Then another important quantity to evaluate is autocorrelation. Autocorrelation usually denoted as Rx or also denoted as Rxx of T1 T2. Rx എന്നോ അല്ലെങ്കിൽ Rxx എന്നോ ഡിനോട്ട് ചെയ്യാം. ഓക്കെ. വിച്ച് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2. ഓക്കെ. അതാണ് അതിൻ്റെ ഫോർമുല. പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അതുപോലെ ഓട്ടോ കോവേരിയൻസ് വിച്ച് ഈസ് സി എക്സ് ഓഫ് T1 T2, അതല്ലെങ്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ സി എക്സ് എക്സ് ഓഫ് T1 T2 എന്നും പറയാം. വിച്ച് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് T1 മൈനസ് മ്യൂ എക്സ് ഓഫ് T1. മ്യൂ എക്സ് എന്ന് പറയുന്നത് മീനാണ്, ഇൻറ്റു എക്സ് ഓഫ് T2 മൈനസ് മ്യൂ എക്സ് ഓഫ് T2. ഓക്കെ. ദെൻ അനദർ വൺ ഇസ് correlation function, correlation coefficient which is rho xx എന്നല്ലെങ്കിൽ rho x of T1 T2 which is covariance function divided by square root of cx of T1 T1 cx of T2 T2 എന്ന്. ഇനി വേരിയൻസ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് വിച്ച് ഈസ് കോവേരിയൻസ് ഓഫ് എക്സ് അറ്റ് ടി കോമ ടി. T1 T2 എന്നുള്ളതിന് പകരം T1 ഈക്വൽ ടു T2 ആണെങ്കിൽ ദാറ്റ് ഈസ് വേരിയൻസ്. ഓക്കെ. ഇത്രയും ക്വാണ്ടിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുലാസാണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മീൻ, ഓട്ടോ കോറിലേഷൻ, ഓട്ടോ കോവേരിയൻസ്, ദെൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, ഓൾസോ സംടൈംസ് കോവേരിയൻസ്, വേരിയൻസ് ആർ ഓൾസോ ആസ്ക്ഡ് ഇൻ സർട്ടൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ. Then certain properties of this autocorrelation and autocovariance are here. First one, autocorrelation എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. സിമെട്രിക് മീൻസ് RxX of T1 T2 ഉം RxX of T2 T1 ഉം സെയിം ആയിരിക്കും. അത് യൂസിങ് ദ ഡെഫിനിഷൻ ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് ക്ലിയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2 ആണ് Rxx of T1 T2. T2 T1 വരുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് T2 ഇൻറ്റു എക്സ് ഓഫ് T1 ആയി മാറും. രണ്ട് സെയിം ആണല്ലോ. സോ ഇറ്റ് ഈസ് സിമെട്രിക്. ദെൻ അനദർ വൺ, ഓട്ടോ കോറിലേഷൻ അറ്റ് എ ഫിക്സ്ഡ് ടൈം. T1 എന്നാണെങ്കിൽ അല്ലെങ്കിൽ T എന്നാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ആയിട്ട് മാറും. ഓക്കെ. T1 ഈക്വൽ ടു T2 ഈക്വൽ ടു T1 എന്ന് കൊടുത്താൽ അത് യൂസിങ് ദാറ്റ് ഫോർ ഡെഫിനിഷൻ ഇറ്റ് സെൽഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ ഓഫ് എക്സ് ഓഫ് T1 ദ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ. അതിലൊന്നും എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതെന്നുള്ളതൊന്നും ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കിപ്പോയാൽ മതിയാവും. സിമെട്രി ഓഫ് ഓട്ടോ കോവേരിയൻസ്, RXൻ്റെ പോലെ CX ആണെങ്കിലും CX x of T1 T2 is same as CX x of T2 T1. That's also clear from the definition. Okay. Then another one, CX x of T1 T2 നമുക്ക് അതിൻ്റെ ഡെഫിനേഷനും RXൻ്റെ ഡെഫിനേഷനും ഉപയോഗിച്ചിട്ട് we can write CX is equal to RX of T1 T2 minus product of means mu x of T1 into mu x of T2. അത് അതിൻ്റെ ഡെഫിനേഷനിൽ നിന്ന് ഈസിലി ഡിറൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ CX ഉം RX ഉം കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയാണിത്.
relation between covariance and autocorrelation, which is Cxx of T1 T2 equal to Rxx of T1 T2 minus mu x of T1 into mu x of T2. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്യണം, സം പ്രോപ്പർട്ടീസ് എന്നുള്ള രീതിയിൽ. ദെൻ ഇഫ് മീൻ ഈക്വൽ ടു സീറോ, മീൻ സീറോ ആണെങ്കിൽ ബോത്ത് വിൽ ബി സെയിം. ഓട്ടോ കോവേരിയൻസും ഓട്ടോ കോറിലേഷനും സെയിം ആയി മാറും ഇഫ് mean is 0, and correlation coefficient will be always less than or equal to 1. Modulus of correlation coefficient will be always less than or equal to 1. These are certain properties of these autocorrelation and autocovariance. Okay, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് certain problems ചെയ്യാം. ഒരു പ്രോബ്ലം